എടോ അവിടെ നിക്കടോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? രാവിലെ ആരെയാണോ കണി കണ്ടത്? എന്റെ ദൈവമേ, അയ്യോ ഗേറ്റ് പാരാവുന്ന ലക്ഷണമാ. ആര് കൂട്ടിയിട്ടത്? അയ്യോ രാജശേഖര, തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു. ഓ ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്നും അങ്ങോട്ട് വന്നാൽ ഒരു സ്മോൾ അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്താനം പറഞ്ഞു. അല്ല ഞാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കാ. അയ്യോ ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതി തരാം. ഏയ് അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവക്ക്. ദേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ അത് ഞാൻ പറഞ്ഞതല്ലേ? 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല നമ്മുടെ ജോണിക്കുട്ടിയല്ലേ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി